ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ചാനൽ PSC മെയിൻസ്. ഈ ചാനലിലൂടെ PSC, LDC, LGS മെയിൻസ് എന്നിവയ്ക്ക് തയ്യാറാകുന്നവർക്ക് വേണ്ടിയിട്ട് സിലബസ് പ്രകാരമുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഇത് വളരെയധികം ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ആണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനകളും എല്ലാം ഈ ചാനലിൻ്റെ കൂടെ ഉണ്ടാവണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ഫുൾ ഫോം ഓഫ് ICC, ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ. ഫുൾ ഫോം ഓഫ് ICC, ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ, I4C എന്നും ഇതിനെ പറയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, unauthorized altering of data before or during into a computer system and then changing it back after processing is done called data diddling. Unauthorized altering of data before or during into a computer system and then changing it back after processing is done called data diddling. Third question, child pornography is dealt in which section of IT Act? ചൈൽഡ് പോണോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 67B. ചൈൽഡ് പോണോഗ്രഫി ഈസ് ഡെൽറ്റ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട്? സെക്ഷൻ 67B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ടൈപ്പ് ഓഫ് malicious software designed to block access to a computer system until a sum of money is paid called ransomware. A type of malicious software designed to block access to a computer system until a sum of money is paid called ransomware. Fifth question, the cyber crimes which are punishable with imprisonment of more than 3 years are. ഇംപ്രിസൺമെന്റ് 3 വർഷം അധികം ഇംപ്രിസൺമെന്റ് കിട്ടുന്ന സൈബർ ക്രൈംസ് ഏതെല്ലാമാണെന്നുള്ളതാണ്. സെക്ഷൻ 67, 67A, 67B ആൻഡ് 66F. 67 എന്താണ്? പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിൽ ഒബ്സീൻ മെറ്റീരിയൽ പബ്ലിഷ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് സെക്ഷൻ 67. 67A എന്താണ്? പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക് ഫോമിൽ സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മെറ്റീരിയൽ പബ്ലിഷ് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് 67A. 67B, പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡെപിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് ഇൻ ഇലക്ട്രോണിക് ഫോം. സോ സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് കുട്ടികളെ വെച്ചുകൊണ്ടുള്ള സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് ആണ്, ഇലക്ട്രോണിക് ഫോമിലുള്ളതാണ് സെക്ഷൻ 67B. 66F എന്താണ്? പനിഷ്മെന്റ് ഫോർ സൈബർ ടെററിസം. ഈ 4 സെക്ഷൻസും ഇംപ്രിസൺമെന്റ് ഫോർ മോർ ദാൻ 3 years ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പബ്ലിഷിംഗ്, ട്രാൻസ്മിറ്റിംഗ് ഓഫ് കോംപ്രമൈസിംഗ് ഇമേജസ് ഓർ വീഡിയോസ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ഹിസ് ഓർ ഹെർ കൺസെന്റ്, വോയറിസം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് കോംപ്രമൈസിംഗ് ഇമേജസ് ഓർ വീഡിയോസ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ഹിസ് ഓർ ഹെർ കൺസെന്റ്, വോയറിസം. നെയിം ദ ഫസ്റ്റ് സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്ലിക്കേഷൻ ടു ബി ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ. കറണ്ട് അഫയേഴ്സ് ആണ്. എലിമെന്റ്സ്. നെയിം ദ ഫസ്റ്റ് സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്ലിക്കേഷൻ ടു ബി ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ. എലിമെന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിയർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഈസ് കോൾഡ് cyberphobia. Fear of computers is called cyberphobia. Ninth one, National Cyber Research, Innovation and Capacity Building Center is located at Hyderabad. National Cyber Research, Innovation and Capacity Building Center is located at Hyderabad. 10th question, the Ministry of Information Technology blocked 59 mobile applications under which section of IT Act? Section 69A. The Ministry of Information Technology blocked 59 mobile applications under which section of IT Act? 69A.
ഫസ്റ്റ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? തിരുവനന്തപുരം. ഫസ്റ്റ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? തിരുവനന്തപുരം. 12th question. First Indian state to launch cyber police stations in all districts? Maharashtra. First Indian state to launch cyber police stations in all districts? Maharashtra. മാറിപ്പോകരുത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരവും, ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയുമാണ്. The repeated use of electronic communications to harass or frighten someone is called cyber stalking. The repeated use of electronic communications to harass or frighten someone is called cyber stalking. ഇതും previous year question ആണ്. National Cyber Security Policy was launched on 2nd July 2013. National Cyber Security Policy was launched on 2nd July 2013. Publishing obscene information in electronic form. അത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 67. അതിന് കിട്ടുന്ന പനിഷ്മെന്റ് ആണ് ഇംപ്രിസൺമെന്റ് അപ് ടു 5 years ആൻഡ് 10 lakh ഫൈൻ ആണ്. സോ സെക്ഷൻ 67A നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പനിഷ്മെന്റ് ഓഫ് പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആക്ട് ഇൻ ഇലക്ട്രോണിക് ഫോം. അതാണ് 67A. അതിന് ഇംപ്രിസൺമെന്റ് 7 വർഷമാണ്, 10 ലക്ഷം ഫൈൻ. സെക്ഷൻ 66 ഹാക്കിംഗ് ആണ്. അതിനും 3 വർഷം ഇംപ്രിസൺമെന്റ് ഉണ്ട്, 5 ലക്ഷം. ഇത് രണ്ടും പനിഷ്മെന്റ് ആയിട്ട് വരുന്നുണ്ട്. സെക്ഷൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ്, 3 year ഇംപ്രിസൺമെന്റ് ഓർ 1 lakh ഓർ ബോത്ത്. സെക്ഷൻ 67ഉം 67Aയും ഇംപ്രിസൺമെന്റും അതുപോലെ ഫൈനും ഓർ ബോത്തും ഉണ്ട്, രണ്ടും ഉണ്ട്. 66E വയലേഷൻ ഓഫ് പ്രൈവസി, 3 year ഇംപ്രിസൺമെന്റും 2 ലക്ഷം ഓർ ബോത്ത്. ഇതെല്ലാത്തിലും ഇയർ ഇംപ്രിസൺമെന്റും അല്ലെങ്കിൽ ഫൈൻ അല്ലെങ്കിൽ ഇത് രണ്ടും, അങ്ങനെയാണ് അതിൻ്റെ ഫൈനിൻ്റെ ഒരു രീതി. സോ സെക്ഷൻ 66F സൈബർ ടെററിസം, അതിന് ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്, നോൺ ബെയിലബിൾ ആണ്. സെക്ഷൻ 66F സൈബർ ടെററിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടുന്ന സൈബർ ക്രൈം ആണ് സൈബർ ടെററിസം, നോൺ ബെയിലബിൾ ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപ്രിസൺമെന്റും ഫൈനും എപ്പോഴും മാറിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക. സെക്ഷൻ 67 ഇംപ്രിസൺമെന്റ് അപ് ടു 5 years ആൻഡ് 10 lakh ഫൈൻ ഓർ ബോത്ത് ആണ്. സെക്ഷൻ 67A ഇംപ്രിസൺമെന്റ് അപ് ടു 7 years ആൻഡ് 10 lakh ഓർ ബോത്ത്. സെക്ഷൻ 66 ഹാക്കിംഗ്, 3 year imprisonment or 5 lakh or both. Section 66C identity theft, 3 year or 1 lakh or both. Section 66E violation of privacy, 3 year imprisonment or 2 lakh or both. Section 66F cyber terrorism, life imprisonment, non bailable. 16th question. Term of the office of the presiding officer of Cyber Appellate Tribunal 5 years ആണ്. സൈബർ അപ്പീലിയേറ്റ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ ടേം 5 years. Term of the office of the presiding officer of Cyber Appellate Tribunal 5 years. Which is the appeal court on the orders issued by Cyber Appellate Tribunal? High Court. Which is the appeal court on the orders issued by Cyber Appellate Tribunal? High Court. The section deals with the use of electronic records and digital signature and its agencies. Section 6 ആണ്. ഇലക്ട്രോണിക് റെക്കോർഡ്സും ഡിജിറ്റൽ സിഗ്നേച്ചറും അതിൻ്റെ ഏജൻസീസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 6 ആണ്. The section deals with the legal recognition of electronic records. Section 4 ആണ്. ലീഗൽ റെക്കഗ്നിഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക് റെക്കോർഡ്സിൻ്റെ ലീഗൽ റെക്കഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 4 ആണ്. The section deals with the legal recognition of digital signature. ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ലീഗൽ റെക്കഗ്നിഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 5 ആണ്. The punishment for breach of confidentiality and privacy of IT Act offences. Section 72 ആണ് അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ. ഇംപ്രിസൺമെന്റ് അപ് ടു 2 years or fine 1 lakh or both ആണ്. 2 വർഷം തടവ്, ഫൈൻ 1 ലക്ഷം അല്ലെങ്കിൽ ഇത് രണ്ടും. സെക്ഷൻ 65 ടാമ്പറിംഗ് ആണ്. എനി പേഴ്സൺ ഇന്റൻഷനലി ഡിസ്ട്രോയ് ഓർ ഓൾട്ടേഴ്സ് കമ്പ്യൂട്ടർ സോഴ്സ് കോഡ്, പനിഷ്മെന്റ് 3 വർഷം ഇംപ്രിസൺമെന്റും
2 ലക്ഷം ഫൈനും അല്ലെങ്കിൽ രണ്ടും ബോത്ത്. So section 65 tampering, any person intentionally destroy or alters computer source code, punishment 3 years imprisonment or fine 2 lakh or both. Section 72 ആണ് punishment for breach of confidentiality and privacy of IT Act offense. Section 67B, it was added by IT Act 2008. 67B എന്തായിരുന്നു? Punishment for publishing or transmitting of material depicting children in sexually explicit act in electronic form. 67B, അതിന്റെ പനിഷ്മെന്റ് 5 വർഷം തടവും 10 ലക്ഷം ഫൈനുമാണ്. സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IT സൈബർ റിലേറ്റഡ് ക്രൈംസും ലോസും. സോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ ഹിയറിംഗ്.